നശ്വരലോകം വിട്ടുപിരിയും നാമതിവേഗം. ഇന്നത്തെ ഗോസ്പൽ വായിച്ചപ്പോൾ എന്നെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് നല്ലൊരു സെമിനാരിക്കാരനായ യുവാവ് ക്രിസ്തുവിനെ കാണാൻ വന്നതായിട്ടാണ്. കാര്യം എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ട്. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ എഴുതപ്പെട്ടതൊക്കെ ഇത്രയും കൃത്യമായ ഒരാൾക്ക് എങ്ങനെ പാലിക്കാനാകുന്നു? ഈ എഴുതപ്പെട്ട റൂൾസ് ഏറ്റവും അധികം ഉള്ളത് സെമിനാരിലാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ എല്ലാ നിയമങ്ങളും കൃത്യമായിട്ട് ഞാൻ പാലിക്കുന്നുണ്ടെന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അയാൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സെമിനാരിക്കാരനാണ്. പക്ഷേ എഴുതപ്പെട്ടത് മാത്രമല്ല, എഴുതപ്പെടാത്ത ചില കാര്യങ്ങളും കൂടി പാലിക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്ന് ക്രിസ്തു എന്ന് പഠിപ്പിക്കും. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഒരു യുവാവ് നിൽക്കുമ്പോൾ അവൻ വലിയവനാണ്. കാര്യം നിത്യജീവൻ എന്നുള്ള വാക്കൊക്കെ അന്ന് എത്ര പേർക്ക് പിടുത്തമുണ്ടെന്ന് അറിയില്ല. പക്ഷേ ആ പിടുത്തമില്ലാത്ത കാലഘട്ടത്തിൽ പോലും വളരെ മനോഹരമായി അത്രയും ബലമുള്ള വാക്കുകളൊക്കെ അവൻ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിപ്പോപ്പെട്ട അവന് ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ പാതയും ഏറെക്കുറെ ക്ലിയറാണ്. നിയമങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ട്. അങ്ങനെ പാലിച്ച ഒരുവനോട് ക്രിസ്തു എല്ലാം പാലിക്കുന്നുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം വലിയൊരു അപ്രിസിയേഷന് പോയില്ല. എന്നിട്ട് ക്രിസ്തു അവനോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്: നിനക്കൊരു കുറവുണ്ട്. ഇത് പറയുമ്പോൾ അവൻ്റെ ഈഗോയിൽ തൊടുന്നതാണ്. കാര്യം അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. തുടക്കം മുതൽ ഒടുക്കം വരെ എന്തൊക്കെ അക്കമിട്ട് എഴുതിയിട്ടുണ്ടോ അതെല്ലാം പാലിച്ചവനോട് ഇനിയും നിനക്കൊരു കുറവുണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? പക്ഷേ ക്രിസ്തു അവനിൽ പറഞ്ഞൊരു കാര്യം ഇതാണ്: നിനക്കുള്ള എല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക. പ്രിയമുള്ളവരെ, ഇത് നമുക്കൊരു സാധ്യതയാണ്. നമ്മളൊക്കെ കുറവുകളുള്ള മനുഷ്യരാണെന്ന് ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാ ശരികളും നമുക്കുണ്ടായിരിക്കുമ്പോഴും മനുഷ്യരുടെ ജീവിതത്തിനിടയിൽ കുറവുകളുള്ള ജീവിതമാണ് എന്ന് നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു ദൈവസാന്നിധ്യമുണ്ട്. കൂട്ടിയും കുറച്ച് നോക്കിയാലും എല്ലാം കൃത്യമായി വരണമെന്ന് ഒരു നിർബന്ധവുമില്ലാത്തത് മനുഷ്യജീവിതമാണ്. അതുകൊണ്ട് തന്നെ നിനക്കൊരു കുറവുണ്ട് എന്ന് ക്രിസ്തുവിൻ്റെ ഓർമ്മപ്പെടുത്തൽ നമ്മളെയൊക്കെ കുറച്ചും കൂടി ബലമുള്ളവരാക്കണം. എല്ലാം ശരികളാകണമെന്ന് ഒരു നിർബന്ധമില്ലല്ലോ. ചിലപ്പോൾ എല്ലാ നിയമങ്ങളും പാലിക്കണമെന്നും എല്ലാം കൃത്യതയോടെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ചില മനുഷ്യരൊക്കെ ഓർക്കേണ്ടത് എവിടേക്കോ എഴുതപ്പെടാത്ത ചില നിയമങ്ങൾ കൂടി ജീവിതത്തിൽ പാലിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, പറയാത്ത കാര്യങ്ങൾ കൂടി ചെയ്യണം എന്ന ഒരു കണക്കുകൂട്ടൽ ജീവിതത്തിലുണ്ടാകണം. മനുഷ്യരൊക്കെ പറഞ്ഞു പഠിപ്പിച്ച ചില കാര്യങ്ങൾക്കിടയിൽ പറയാതെ നമ്മളൊക്കെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളില്ലേ? അടുത്ത് നിൽക്കുന്ന മനുഷ്യരെയൊക്കെ മനസ്സിലാക്കാൻ കഴിയാതെ പോയ നിമിഷങ്ങളും വീണുപോയ നിമിഷങ്ങളും അവരെ കണ്ടിട്ടും കാണാതെ പോയ നിമിഷങ്ങളൊക്കെ കുറവുകളുള്ള ജീവിതമാണ്. ക്രിസ്തു ധനികനായ മനുഷ്യനോട് പറഞ്ഞ വാക്കിതാണ്: നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്ക്. എൻ്റെ അടുത്ത് ആരൊക്കെയുണ്ട് എന്നൊരു ബോധം നിനക്കില്ലെങ്കിൽ പിന്നീട് ഈ നിയമങ്ങൾ കൊണ്ട് എന്താണ് അർത്ഥം? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നല്ല വ്യക്തതയാണ്: ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, പറയാത്ത കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണമെന്ന് ക്രിസ്തു വാശി പിടിക്കുന്നുണ്ട്. ജീവിതത്തിൽ മനസ്സിലാക്കാതെ പോകുന്ന നിമിഷങ്ങളും കണ്ണടച്ചുകളെ നിമിഷങ്ങൾ പോലും ക്രിസ്തുവിന് നിരക്കാത്തതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ.
ഒരു നാൾ നശ്വരലോകം വിട്ടുപിരിയും നാമതിവേഗം. അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. ലോകം വെറുത്തോർ വില അന്നാളറിയും. ലോകം വെറുത്തോർ വില അന്നാളറിയും. വരുവിൻ യേശുവിൻ അരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരും വെടിഞ്ഞ അതു യേശുവിനോടു നീ പറഞ്ഞ. സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകളേഴും തൻ കരത്താൽ നന്നായി നടത്തും ചേരും വരെയും. നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ യേശുവിൻ അരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. കൃപയാർന്നിടുവാൻ നമ്മൾ പരമപാദം ചേർന്നിടുവിൻ. ധരയിൽ നടന്ന തൻ ചരണം നിങ്ങൾ കരുളും ശാശ്വത ശരണം. അല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയാ. അല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയാ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ യേശുവിൻ അരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ.